ഹലോ, നമസ്കാരം. ഇന്ത്യയിലെ ആദ്യത്തേതും ഒരേയൊരു ഇലക്ട്രോണിക് തീം പാർക്കുമായ ഗോവയിലെ തണ്ടർ വേൾഡ് എന്ന അതിമനോഹരമായ ഒരു പാർക്ക്, അതിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു തണ്ടർ വേൾഡ് ഗോവ. വളരെ ഒരു വ്യത്യസ്തമായ ഒരു പാർക്ക്, ഇലക്ട്രോണിക് തീം പാർക്ക്. ഞാൻ ആദ്യമായിട്ടാണ് പോയത്. ഇന്ത്യയിലാകെ ഒന്നേ ഉള്ളൂ, അതാണ് ഈ ഗോവയിലെ തണ്ടർ വേൾഡ്. വളരെ മനോഹരമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പാർക്ക്. അവിടെ കയറുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രഗ്നൻ്റ് ലേഡിക്കൊന്നും കയറാൻ പറ്റത്തില്ല. ഇലക്ട്രോണിക് തീം പാർക്ക് ആയതുകൊണ്ട് ഇലക്ട്രോണിക് വേവ്സൊക്കെ ഒരുപാടുള്ളത് കൊണ്ടായിരിക്കാം. അവിടെയുള്ള എല്ലാ ആക്ടിവിറ്റികളും ഇലക്ട്രോണിക് ബേസ്ഡാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഉള്ളോട്ട് കയറാൻ പോവുകയാണ്. അപ്പം ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. പെർ ഹെഡ് 400 ഇന്ത്യൻ റുപ്പിയാണ്, 400 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. 7 പേരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും കയറിയിരുന്നു. അങ്ങനെ ഇതുവഴി മുന്നോട്ട് കയറുന്നു. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു LED ലൈറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരോ സ്റ്റാൾ പോലെയാണ്, ഓരോരോ തീം, ഇങ്ങനെ ഓരോ ഇലക്ട്രോണിക് തീമൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു ഇത് വരുന്നത് പ്ലാസ്മ ബോളാണ്. പ്ലാസ്മ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ ചെയർ എന്നും കൂടി പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നത്. അതായത് ഒരു ബോളാണ്, അത് നമ്മുടെ ബോളിന് ഗ്ലാസ് ബോളാണ്. അതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വേവ്സ്, ഇലക്ട്രിക് വേവ്. നമ്മളെല്ലാവരും ട്രൈ ചെയ്തു, നല്ല രസമായിരുന്നു. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുള്ള് മ്യൂസിക്കാണ്, എപ്പോഴും മ്യൂസിക്കും പാട്ടുകളാണ് ഉള്ളത് ഉള്ളിൽ. നമ്മൾ കയറുമ്പം വേറെ നമുക്ക് അപ്പുറം ഇപ്പുറം സംസാരിച്ചാലൊന്നും കേൾക്കത്തൊന്നുമില്ല, അത്രയും ഒരു മ്യൂസിക്കാണ് ഫുള്ളായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പാർക്ക് പോയത്. പിന്നെ അടുത്തത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് അത്ഭുതം തരുന്ന ഒരു സംഭവമായിരുന്നു. അതൊരു ഫ്ലൈയിങ് ഹെയർ, ലിഫ്റ്റിംഗ് ഹെയർ. അതായത് നമ്മുടെ അവിടെ ഒരു ബോളുണ്ട്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൽ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ലേഡീസ് ആണ് ചെയ്യുന്നത്. മീൻസ് ആണുങ്ങൾക്ക് അങ്ങനെ മുടിയില്ലല്ലോ. മുടിയുള്ള ആണുങ്ങളാണെങ്കിൽ ഓക്കെ, അവർക്കും പറ്റും. ചേച്ചിയുടെ മോളൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തു. അത് മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നല്ല രസമായിരുന്നു. അവർ ക്യാമറയിൽ ഫോട്ടോ ഒക്കെ എടുത്തു തരും. ലാസ്റ്റ് നമുക്ക് കൗണ്ടറിൽ നിന്ന് നമുക്ക് ആ ഫോട്ടോ മെയിൽ ചെയ്തിട്ട് വാട്സപ്പിൽ അവർ ചെയ്തു തരും. ചേച്ചിയും അതുപോലെ ചെയ്തു, അമ്മയും ചെയ്തു. പിന്നെ അടുത്തതാണ് ഒരു ഹാൻഡ് കേജ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ കയ്യിലൊരു മെറ്റലിൻ്റെ ഒരു ഗ്ലൗസ് ഇടും. അതിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ആ മെറ്റലിലേക്ക്, ആ മുകളിലുള്ള ആ ബീമിൽ നിന്ന് താഴോട്ടേക്കൊരു ഇലക്ട്രിക് വേവ് വരും. നമ്മൾ ഇടിമിന്നലിനൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല രസമാണ് കാണാൻ. നമ്മൾ ആകാശത്ത് ഇങ്ങനെ എങ്ങനെയാണ് കാണുന്നത് അതേ ഫീലാണ്. നമുക്ക് ഷോക്കും കാര്യങ്ങളൊന്നും അടിക്കത്തില്ല. അടുത്തത് തോർ ഹാർമർ ആൻഡ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നത്. നമ്മളിങ്ങനെ ഷീൽഡ് കയ്യിലിങ്ങനെ പിടിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. അതേപോലെ ഒരു കയ്യിൽ ഇതേപോലെ മെറ്റൽ ഗ്ലൗസ് തരും. അതിട്ടിട്ട് മുകളിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വേവ്സ് വരും. അതാണ് ഈ ആക്ടിവിറ്റി. കണ്ടോ, ഇതിങ്ങനെ പോവും. അതും എല്ലാവരും ചെയ്തു. അടുത്തത് ടെസ്ല കോയിൽ മിനിയേച്ചർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് കൊടുന്ന കൈ അവിടെ കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ ഡോൾ പോലത്തെ ഒരു സാധനമാണ്.
അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഇലക്ട്രിക് വേവ് ഇങ്ങനെ വരും. പക്ഷെ നമ്മൾ പെയിനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുന്ന മാതിരി തോന്നും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ടിക്ക് ടിക്ക് അടിക്കും നമുക്ക്. പിന്നെ അവിടെ ഈ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ തന്നെ, ചെറിയ കഫേയും. വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, എക്സ്ട്രാ പേ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ കുറച്ചിങ്ങനെ തോർ ആൻഡ് ആരോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഇതന്നെ ഒരു ഹാമർ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഹാമറിലേക്ക് നേരിട്ട് വേവ്സ് ഇങ്ങനെ വരും. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ബൗ ആൻഡ് എയറോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു എയറോ മുകളിലേക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ എയറോയുടെ എൻഡിലേക്ക് ഇങ്ങനെ ഇലക്ട്രിക് വേവ്സ് ഇങ്ങനെ ടച്ച് ചെയ്യും. വന്നിട്ട് ഫോട്ടോ എടുക്കാം, ഒരു ഫ്രെയിമൊക്കെ ഉണ്ട് പുറത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട്, നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിൽ കുറേ ഫോട്ടോ പോയിൻറ്റ്സൊക്കെ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നതാണ് അവിടെ ഒരു ഷോ ഉണ്ട്, ഇലക്ട്രിക് മാൻ്റെ ഒരു ഷോ, ഇലക്ട്രിക് മാൻ ഷോ. അതാണ് അടുത്ത ഒരു ഐറ്റമായിട്ട് വരുന്നത്. അതെല്ലാവരും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗാലറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇരുന്നിട്ടാണ് ഈ ഇലക്ട്രിക് മാൻ്റെ ഷോ കാണുന്നത്. പുള്ളിയുടെ തലയിലേക്കും കൈയിലേക്കും എല്ലാം ഒരുപാട് വേവ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് പവർഫുള്ളായ ഇലക്ട്രിസിറ്റി വരുന്നതെന്നാണ് പറഞ്ഞത്. നല്ല രസമുള്ളൊരു ഷോ ആയിരുന്നു. ആ ഷോ ഏകദേശം 10 മിനിറ്റോളം ഉണ്ട്. ആ ഷോ ഞാൻ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിലിടാം. ആ ഷോ മാത്രമുള്ള വീഡിയോ ഞാൻ ചാനലിലിടുന്നതായിരിക്കും. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതുതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.